ഗുഡ് മോർണിംഗ്. ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 10th CBSEയുടെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന മുമ്പ് നമുക്കുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഈ വർഷം പ്രധാനമായിട്ടും 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 5 ചാപ്റ്റേഴ്സ്. ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് എന്ന ചാപ്റ്റർ. നാലാമത്തെ ചാപ്റ്റർ ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ചാപ്റ്റർ. അഞ്ചാമത്തെ ചാപ്റ്റർ പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് CBSEയിൽ ഈ ഒരു വർഷം പഠിക്കാൻ വേണ്ടി 10th ക്ലാസ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതായത് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, രണ്ടാമത്തേത് നാഷണലിസം ഇൻ ഇന്ത്യ, മൂന്നാമത്തെ പ്രിന്റ് കൾച്ചർ, അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിന്റ് കൾച്ചർ. ഇത് ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. കാര്യം 2025 ഈ വർഷത്തെ സിലബസിൽ പോലും ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളോ ഒക്കെ CBSE ഒഴിവാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ സ്കൂൾ അസസ്മെന്റിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തത് കഴിഞ്ഞ വർഷം. ഓക്കെ, കൂടാതെ 3ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് ആകെ 2 പാരഗ്രാഫ് മാത്രമേ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ പേര് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, യൂറോപ്പിലെ നാഷണലിസം. ഏകദേശം ഒരു 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ആളുകളെ മൊത്തം പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ അന്നവരെ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റത്തിനെയും മാറ്റിമറിക്കണമെന്ന് അവിടെയുള്ള ഓരോ രാജ്യത്തിലെ ആളുകളെയും ഓർമ്മിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഐഡിയയാണ് നാഷണലിസം എന്ന് പറയുന്നത്. നാഷണലിസം മീൻസ് ദേശീയത. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. വാട്ട് ഈസ് നാഷണലിസം? ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സാധാരണഗതിയിൽ ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ സാധാരണ ആളുകൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഓക്കെ, നമ്മളെല്ലാവരും ഒത്തു നിൽക്കണം, ഒരു പാട്രിയോട്ടിക് ഫീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു ഐഡിയോളജിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷനായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് ഒറിജിനേറ്റ്സ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് എ നേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, റീജിയൻ എക്സെട്ര. അതായത് ഒരു രാജ്യത്തുള്ള ആളുകൾ അവരുടെ ഇടയിൽ ജാതി, മതം, വർണ്ണം, വർഗം, വ്യത്യാസം, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ എല്ലാ പേരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, നമ്മൾ എല്ലാ പേരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള ചിന്തയെ വിളിക്കുന്ന പേരാണ് നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫീലിംഗ് ആണ് ഒരു നേഷനെ ചെയ്യുന്നത് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതായത് ആ രാജ്യത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ദ നേഷൻ വിൽ കൊളാപ്സ്. ഓക്കെ, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ഐഡിയോളജിയാണ് നാഷണലിസം. ഓക്കെ, അപ്പൊ ഈ ഒരു നാഷണലിസത്തിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് യൂറോപ്പിലെ മിക്കവാറും ഉള്ള രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻസ് നേടിയത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രാജഭരണങ്ങളും മറ്റും അവസാനിപ്പിച്ചത്, ഓരോ രാജ്യങ്ങൾ എങ്ങനെ യുണൈറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഒരു പിക്ചറിനെ പറ്റിയാണ്. അതായത് കുറച്ച് പിക്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് പറയുന്നത്. ആദ്യം പറയുന്നത് ഇൻ ദ ഇയർ 1848 1848 ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ചെയ്തു 4 പെയിന്റിങ്സ് വരച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് സീരീസ് ഓഫ് 4 പ്രിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, 4 പെയിന്റിങ്സ് വരച്ചു. ഓക്കെ, ആ ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റിന്റെ പേരാണ് ഫെഡറിക് സോറിയു. ഓക്കെ, ഫെഡറിക് സോറിയു എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റ് 1848 4 ചിത്രങ്ങൾ വരച്ചു. ഓക്കെ, ഈ ചിത്രങ്ങളുടെ അകത്തെല്ലാം അദ്ദേഹം ഒരു പുതിയ വേൾഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഹിസ് ഡ്രീം ഓഫ് എ വേൾഡ് മേഡ് അപ്പ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. അതായത് ആ ഒരു സമയം 1848 യൂറോപ്പിലെ രാജ്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം അബ്സല്യൂട്ട് മൊണാർക്കാണ്, അല്ലെങ്കിൽ രാജഭരണം കൊടുകുത്തി വാഴുന്ന സമയം, രാജാവിന് എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു സമയത്തിനെ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ മാറ്റി രാജ്യങ്ങളെല്ലാം ഡെമോക്രാറ്റിക് ആകണം, അതായത് ജനാധിപത്യം വരണം, സോഷ്യൽ റിപ്പബ്ലിക്കുകളാകണം. അതായത് ജനങ്ങൾ പറയുന്നത് കേൾക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരി രാജ്യങ്ങൾ ഭരിക്കണം എന്നൊരു ആശയം മനസ്സിൽ കണ്ടുകൊണ്ട് ഫെഡറിക് സോറിയോ എന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റ് വരച്ച പെയിന്റിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഒരു പെയിന്റിംഗ് മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. 4 പ്രിന്റ് ഉണ്ടെങ്കിലും ഒരു പെയിന്റിംഗ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാവുള്ളൂ. ഫെഡറിക് സോറിയോന്റെ
പെയിന്റിങ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പെയിന്റിങ്സിൽ ഇതിനകത്ത് ആദ്യത്തെ പെയിന്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പെയിന്റിംഗ് ആണ് ഫ്രെഡറിക് സോറി വരച്ചതായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ബാക്കി 3 പെയിന്റിങ്സും ഫ്രെഡറിക് സോറി വരച്ചതാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നിൽ കണ്ടതേ വരച്ചത് തന്നെയാണ്. പക്ഷെ അതല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നാഷണലിസവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ആദ്യത്തെ പിക്ചറാണ്. ഓക്കെ, അദ്ദേഹം വരച്ച അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പിക്ചറിന്റെ പേരെന്ന് പറയുന്നത് ദ ഡ്രീം ഓഫ് വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ദ പാക്ട് ബിറ്റ്വീൻ നേഷൻസ് എന്നാണ് ഈ ഒരു പിക്ചറിന്റെ പേര്. ഇതൊരു സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നെങ്കിലും ഇതൊരു പേരാണ് കേട്ടോ. ദ ഡ്രീം ഓഫ് എ വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ദ പാക്ട് ബിറ്റ്വീൻ നേഷൻസ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഓക്കെ, നമുക്ക് ഇനി ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ കാണിക്കുന്നതാണ് ഈ പറയുന്ന ഫ്രെഡറിക് സോറി വരച്ച ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് ഇവിടെ കാണുന്നത് ഭൂമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ കൂടെ ഒരുപാട് രാജ്യങ്ങളുടെ ഫ്ലാഗുകളും ഒരുപാട് ആളുകളും അതുപോലെ മാനത്ത് ക്രിസ്തുവും ഒരുപാട് മാലാഖമാരും സെയിന്റുകളും എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ എന്തിനാണ് ഈ പിക്ചർ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ സ്റ്റഡി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, പിക്ചർ തന്നിട്ടോ അല്ലെങ്കിൽ ഫ്രെഡറിക് സോറിന്റെ പിക്ചറിന്റെ പ്രത്യേകതകൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഒരുപാട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന സിലബസ് ആവുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം വളരെയധികം നമുക്ക് അറിയാം. ഓക്കെ, അപ്പോ ഫ്രെഡറിക് സോറിയുടെ പിക്ചറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം സാധാരണ ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നോക്കാം. പിക്ചറിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് യൂറോപ്പ്, അമേരിക്ക ഈ 2 കോണ്ടിനെന്റ്സിലുള്ള ആളുകൾ, അതായത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും. ഓക്കെ, അതിപ്പോ ഏത് ഏജ് എന്നൊന്നുമില്ല, എല്ലാ ഏജിൽ പെടുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു വലിയ ട്രെയിൻ പോലെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പോകുന്ന ഒരു ട്രെയിൻ പോലെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ മാർച്ച് ചെയ്യുകയല്ല, അവരെന്ത് ചെയ്യാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നൊരു പ്രതിമ ഉണ്ട്. ആ പ്രതിമയ്ക്ക് ഹോമേജ് കൊടുക്കുക, സ്വീകരണം കൊടുത്തുകൊണ്ട് അവർ പാസ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ സല്യൂട്ട് കൊടുത്തുകൊണ്ട് മാർച്ച് ചെയ്ത് പോവുകയാണ്. ഓക്കെ, എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ആ പിക്ചറിനകത്ത് കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് യൂറോപ്പ്, അമേരിക്ക ഈ 2 കോണ്ടിനെന്റ്സിലുള്ള ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും, ഏത് ഏജ്, എല്ലാ ഏജിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നു, വരിവരിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്, അവർ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് സ്വീകരണം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന റവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തവണയും ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഓക്കെ, നിങ്ങൾ നോക്കിയറിയാം, ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ച സമയത്ത് അവിടെ ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ഒരു ഫീമെയിൽ ഫിഗറിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ലിബർട്ടി എന്ന് പറയുന്ന ആശയത്തിനെ ഒരു ഫീമെയിൽ ഫിഗർ ആയിട്ടാണ് അന്ന് അവിടെ പറഞ്ഞത്. ഓക്കെ, ലിബർട്ടി, വാട്ട് യു മീൻ ബൈ ലിബർട്ടി? ലിബർട്ടി മീൻസ് ഫ്രീഡം. ഓക്കെ, അതായത് സ്വാതന്ത്ര്യത്തിന് തന്നെയാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിബർട്ടി എന്ന് പറയുന്ന ആശയത്തിന് ഒരു സ്ത്രീയുടെ രൂപമാണ് അന്നൊരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് കൊടുത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഫീമെയിൽ ഫിഗർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു കയ്യിൽ ഒരു കയ്യിൽ ഒരു ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് ദ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റ് വരുന്നുണ്ട്. ഓക്കെ, തൊട്ടടുത്ത കയ്യിൽ വലത്തെ കയ്യിൽ ഒരു ബുക്ക് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ബുക്ക്? ബുക്ക് എന്താണ്? എനിക്ക് ബുക്കല്ല, അതൊരു ഒരു ഓർഡർ ആണ്. ദാറ്റ് ഇസ് എ ചാർട്ടർ ഓഫ് റൈറ്റ് ഓഫ് മാൻ. ആ മനുഷ്യന്മാർക്ക് അവകാശങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടർ ആണ് ആ ഒരു പിക്ചറിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രതിമയാണ് അവിടെ നിൽക്കുന്നത്. ആ പ്രതിമയ്ക്കാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും ആളുകൾ എന്ത് കൊടുക്കുന്ന, ഹോമേജ് കൊടുക്കുന്നത്. ഇമേജിൽ പിന്നെ നോക്കിയാൽ അറിയാം, ഓൺ ദ എർത്ത് ദ ഫോർഗ്രൗണ്ട് ഓഫ് ദ ഇമേജ് ലൈസ് ദ ഷാറ്റേർഡ് റിമെയിൻസ് ഓഫ് ദ സിംബൽ ഓഫ് അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നേരത്തെ പറഞ്ഞു ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റിന്റെ സ്വപ്നങ്ങളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പിക്ചർ നോക്കിയ പിക്ചറിന് താഴ്ഭാഗത്തായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ, ഒരു ചവർ പോലെ ഒരുപാട് സാധനം ചിന്നിച്ചേറി കിടക്കുന്ന കാണാം. അതിനകത്ത് ചില കിരീടങ്ങൾ കാണാം, ഒരുപാട് പേപ്പേഴ്സ് കാണാം. ഓക്കെ, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഈ ചെതറി കിടക്കുന്ന എന്താണ്? തറയിൽ ചെതറി കിടക്കുന്നത് ദാറ്റ് ഇസ് എ സിംബൽ ഓഫ് അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് അവിടെ തകർത്തെറിഞ്ഞിരിക്കുന്നത്. എന്താണ് അബ്സല്യൂട്ടിസം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണം തന്നെയാണ്. അതായത് സർവ്വ അധികാരവും രാജാവിന് എന്ത് വേണോ ചെയ്യാം, ലിറ്ററലി എന്ത് വേണോ ചെയ്യാം. ഓക്കെ, അതായത് ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് അവരെ ഉപദ്രവിച്ച്
അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം രാജാവ് കൊള്ളയടിച്ച് രാജാവ് അതിന് തോന്നിയ പോലെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമ്മൾ അബ്സല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നതിന് മുൻപ് വരെ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത് അബ്സല്യൂട്ട് നേഷൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ പറഞ്ഞ ഫെഡറിക് സോറിന്റെ പിക്ചർ കാണിക്കുന്നത്? ജനങ്ങളെല്ലാം ഡെമോക്രസിയെ വരവേൽക്കുകയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രാജഭരണം മൊണാർക്കി തകർന്ന് തറയിൽ കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഫെഡറിക് സോറിന്റെ ആഗ്രഹങ്ങളാണ്, ഡ്രീംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദീസ് ഐഡിയാസ് ആർ ഉട്ടോപ്യൻ വിഷൻ. ഇത് ഒരു ഉട്ടോപ്യൻ വിഷൻ ആണ്. എന്താണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, ഓക്കെ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നമ്മൾ പറയും പോലെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ആളുകളും സമ്പൽ സമൃദ്ധരാണ്, എല്ലാ ആളുകൾക്കും ഒരു ദുഃഖവും വിഷമങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടം. അതിനെയൊക്കെയാണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. അന്നത്തെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഡൈനാസ്റ്റി ഒരു വലിയ ഏരിയ റൂൾ ചെയ്യും. ഓക്കെ, ആളുകൾക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് രാജ്യങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്നത് ഓരോ സ്ഥലവും ഓരോ രാജ്യമായി മാറിയിരിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഫ്ലാഗും നാഷണൽ കോസ്റ്റ്യൂമും എല്ലാം ഉണ്ട്. ആ രീതിയിലാണ് പിക്ചർ വരച്ചേക്കുന്നത്. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ അറിയാം. പിക്ചർ നോക്കി, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഡ്രസ്സാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കൊടിയാണ്. കൊടിയുടെ നിറം തന്നെ പല പല വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊന്നും എന്നില്ല ഈ പറഞ്ഞ 1789 മുമ്പ് ഇല്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഫെഡറിക് സോറിയു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു പിക്ചറിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഈ പറഞ്ഞ അനുഗ്രഹാശംസകൾ കൊടുത്തുകൊണ്ട് പോകുന്നതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അതായത് അമേരിക്കയാണ് ആദ്യം പോകുന്ന രാജ്യം. ഓക്കെ, അമേരിക്കക്ക് പുറകിലായിട്ട് അടുത്ത് വരുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ഈ രണ്ട് രാജ്യങ്ങളാണ് ഈ പറയുന്ന പോകുന്ന ജനങ്ങളുടെ ഈ പറയുന്ന കൂട്ടായ്മയിൽ ആദ്യം പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും സ്വിറ്റ്സർലൻഡുമാണ്. ഓക്കെ, ഇനി ഇവർക്ക് പുറകിലായിട്ട് അടുത്ത് പോകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിനെ ഇവിടെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവരുടെ ട്രൈക്കളർ ഫ്ലാഗിനെ വെച്ചാണ്. അതായത് ഫ്രാൻസിന്റെ ട്രൈക്കളർ ഫ്ലാഗിനെ വെച്ചാണ് ഇവിടെ നമ്മൾക്ക് ഫ്രാൻസിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ട കാര്യം, ഫ്രാൻസ് കഴിഞ്ഞാൽ ഫ്രാൻസിന് പുറകെ പോകുന്ന രാജ്യം ജർമ്മനിയാണ്. ബെയറിംഗ് ദ ബ്ലാക്ക്, റെഡ് ആൻഡ് ഗോൾഡൻ ഫ്ലാഗ്. ഓക്കെ, അതായത് ജർമ്മനിയുടെ ഫ്ലാഗിന്റെ നിറങ്ങൾ കൊടുത്തിരിക്കുന്ന 3 നിറങ്ങളാണ്. ഒന്ന് ബ്ലാക്ക്, റെഡ്, ഗോൾഡ്. ഓക്കെ, ഈ 3 നിറങ്ങളുള്ള ഫ്ലാഗുമായിട്ട് ചുവന്നുകൊണ്ട് ജർമ്മനി പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫെഡറിക് സോറിയു പിക്ചർ വരയ്ക്കുന്ന സമയത്ത് ജർമ്മനി എന്നൊരു രാജ്യം ഇല്ല. അതായത് ഫെഡറിക് സോറിയു ഈ ഒരു പിക്ചർ വരയ്ക്കുന്ന സമയത്ത് ജർമ്മനി എന്നൊരു രാജ്യമില്ല. ആ ജനങ്ങൾക്ക് ഞങ്ങൾ ജർമ്മൻ രാജ്യത്തുള്ള ആളുകളാണ് എന്നുള്ള ചിന്ത പോലും ഇല്ല. ഓക്കെ, പക്ഷെ ഫെഡറിക് സോറിയു പറയുന്നത് ജർമ്മനി എന്നൊരു രാജ്യം ഉണ്ടാകും. ഓക്കെ, അതിന്റെ ആഗ്രഹമായിരുന്നു ജർമ്മനി എന്നൊരു രാജ്യം ഉണ്ടാകും. ഓക്കെ, ആ രാജ്യം എന്ത് ചെയ്യും? ജനങ്ങളെയും കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മാർച്ചിന് വേണ്ടി പോകും, അല്ലെങ്കിൽ ഡെമോക്രസി അവരും സ്വീകരിക്കും എന്നാണ് ഫെഡറിക് സോറിയു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ജർമ്മൻ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നും ആ രാഷ്ട്രം പിന്നീട് എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമെന്നും ജനങ്ങളുടെ ആശയങ്ങൾ നിറവേറ്റുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ജർമ്മനി വരുമെന്നുമാണ് ഫെഡറിക് സോറിയുടെ പറയുന്നത്. ഇനി ജർമ്മനി കഴിഞ്ഞാൽ ജർമ്മനിക്ക് പുറകെയായിട്ട് പോകുന്ന രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം. ഓസ്ട്രിയ, ഓക്കെ, പണ്ട് പേര് ഓസ്ട്രിയ ഹംഗറി എന്നായിരുന്നു. ഓക്കെ, പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഓസ്ട്രിയ എന്നാണ്. ഓക്കെ, അതിന് പുറകിലായിട്ട് ദ കിങ്ഡം ഓഫ് 2 സിസിലീസ്. ഓക്കെ, ഇതൊരു രാജ്യം അല്ലെങ്കിൽ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഈ പറഞ്ഞ കിങ്ഡം ഓഫ് 2 സിസിലീസ് എന്ന് പറയുന്നത്. ഇന്ന് ഇങ്ങനൊരു രാജ്യമില്ല. ഇന്നത് ഇറ്റലി എന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അതിന് പുറകിലായിട്ട് ലൊംബാർഡി എന്ന് പറയുന്ന രാജ്യം പോകുന്നു. ലൊംബാർഡിയും ഇന്ന് ഇറ്റലിയുടെ ഭാഗമാണ്. ഓക്കെ, അതിന് പുറകിലായിട്ട് പോളണ്ട്, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഹംഗറി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മാർച്ച് ചെയ്യുന്നുണ്ട്. ഇനി ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്ചറിന്റെ അകത്ത് പിന്നെയും കാണിക്കുന്നുണ്ട്, ഫ്രം ദ ഹെവൻസ് അബോവ് ദ ക്രൈസ്റ്റ് സെയിന്റ് ആൻഡ് ഏഞ്ചൽസ് ഗേസ് അപ്പോൺ ദ സീൻ. ഓക്കെ, മുകളിലായിട്ട് ആര് നിൽക്കുന്നു? ക്രൈസ്റ്റ് ഉണ്ട്, സെയിൻസ് ഉണ്ട്, മാലാഖമാരുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് നിൽക്കുന്നത്, ഏഞ്ചൽസ് എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും എന്താണ്? താഴെ പോകുന്ന ഈ ഒരു യാത്രയ്ക്ക് ഹോമേജ്, അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അതായത്
പിക്ചറിലൂടെ സോറി പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ദൈവം പോലും ഇങ്ങനൊരു കാലഘട്ടം വരും, അല്ലെങ്കിൽ ദൈവം പോലും ആഗ്രഹിച്ചൊരു കാലഘട്ടമാണിത് എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അതിനുവേണ്ടിയാണ് ക്രൈസ്റ്റിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ അറിയാം, യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതം എന്താണ്? ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെയും ഏഞ്ചൽസിനെയും ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. They have been used by the artist to symbolize fraternity among the nations of the world. Okay, അതായത് ഇവിടെ ഈ പറഞ്ഞ ക്രിസ്തുവിനെയും ബാക്കിയുള്ള രാജ്യങ്ങളെ എല്ലാം കാണിച്ചിരിക്കുന്നത് ഒരു സിംബലൈസിംഗ് ആയിട്ടാണ്. അതായത് ദ ഫ്രട്ടേണിറ്റി among the nations of the world. ഓക്കെ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഫ്രട്ടേണിറ്റി ആണ് കാണിക്കുന്നത്. എന്താണ് ഫ്രട്ടേണിറ്റി? ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യമുണ്ട്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. അതിലെ ഫ്രട്ടേണിറ്റി എന്താണ്? ഫ്രട്ടേണിറ്റി, ലിബർട്ടി മീൻസ് ഫ്രീഡം. ഓക്കെ, ഇക്വാലിറ്റി സമത്വം. ഓക്കെ, ഫ്രട്ടേണിറ്റി സാഹോദര്യം, യൂണിവേഴ്സൽ ബ്രദർഹുഡിനെയാണ് ഫ്രട്ടേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും എന്താണ്? സഹോദരന്മാരാണ് എന്നുള്ള ആശയമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ അബ്സല്യൂട്ട് എന്നുള്ള ഐഡിയയെ പറ്റി പറഞ്ഞായിരുന്നു. എന്താണ് അബ്സല്യൂട്ടിസം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Okay, a government or a system of rule that has no restraints on power exercised. അതായത് ഒരു വിധത്തിലുള്ള കൺട്രോളും ഇല്ലാത്ത ഒരു ഗവൺമെന്റിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ എല്ലാ രാജ്യത്തും അങ്ങനെ അല്ലേ? ജനങ്ങൾ ഇപ്പൊ ഓരോ ഗവൺമെന്റിനും അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ? അല്ല, അങ്ങനല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യം ഒരു മൊണാർക്കിയാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജഭരണം. ഓക്കെ, മൊണാർക്കിയിൽ രാജാവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ഒരു അസംബ്ലി ഓഫ് പീപ്പിൾ ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിക്കും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. രാജാവിന് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മാത്രമല്ല അവരുടെ ജോലി, എന്തും കൂടാണ് ടു അഡ്വൈസ് ദ കിങ്, ടു കൺട്രോൾ ദ കിങ്. അതും അവരുടെ ജോലിയാണ്. ഓക്കെ, ശരി. വളരെ പണ്ട് തന്നെ റഷ്യയിലൊക്കെ ഒരുപാട് അസംബ്ലികൾ ഉണ്ടായിരുന്നു. അതായത് റഷ്യ പണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശം സാർ എംപയർ ആയിരുന്നു. ഓക്കെ, ഈ എംപയറിനൊക്കെ മുമ്പ് വേറെ ഒരുപാട് എംപയേഴ്സ് എവിടെ ഉണ്ടായിരുന്നു? റഷ്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ദ റൊമനോവ് പോലത്തെ രാജവംശങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? റഷ്യയിൽ ഉണ്ടായിരുന്നു. അന്ന് രാജാവിനെ കൺട്രോൾ ചെയ്യാൻ രാജാവായിട്ട് തന്നെ ചില ഏജൻസികളെ നിയമിച്ചിരുന്നു, ചില അസംബ്ലികൾ നിയമിച്ചിരുന്നു. ലൈക്ക് ദ സെംസ്കി സേബറിനെ പോലെയുള്ള അസംബ്ലികൾ എവിടെ ഉണ്ടായിരുന്നു? റഷ്യയിൽ ഉണ്ടായിരുന്നു. അതായത് രാജാവിനെ കൺട്രോൾ ചെയ്യാൻ അസംബ്ലികൾക്ക് അവകാശമുണ്ട്. ഇനി ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പണ്ടുള്ള പല ഡൈനാസ്റ്റീസിലും രാജാവിനെ ഹെൽപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ചില അസംബ്ലീസ് ഉണ്ട്. ലൈക്ക് ദ സഭ, സമിതി, വിധാത, അങ്ങനെ പല അസംബ്ലികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്സല്യൂട്ടിസം എന്ന ഐഡിയ പറയുന്നത് രാജാവിനെ കൺട്രോൾ ചെയ്യാൻ ആരും തന്നെ ഇല്ല. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലും, അതായത് എന്താണ്? അമ്പലക്കാള എന്ന് പറയും. അമ്പലക്കാള വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന് നേർച്ചയായിട്ട് ആരെങ്കിലും കൊടുത്ത ഒരു കാളയാണ് അമ്പലക്കാള എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, അമ്പലത്തിന്റെ സ്വത്താവുകൊണ്ട് ഈ കാളയെ എന്ത് ചെയ്യാറില്ല? കെട്ടിയിടാറില്ല. ഇതിന്റെ കഴുത്തിൽ കയറൊന്നും ഉണ്ടാവാറില്ല. ഇത് എങ്ങനെ മേഞ്ഞ് നടക്കും. ഓക്കെ, ആകെ കാണുന്ന കഴുത്തിൽ ഇന്ന അമ്പലം വക എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അമ്പലത്തിന്റെ പ്രോപ്പർട്ടി ആവുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകത്തില്ല. ഓക്കെ, ഇത് എവിടെ വേണോ പോയി എന്ത് വേണോ തിന്നും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു വളരെ വലിയ പൂന്തോട്ടം, ഒരു വീടിന്റെ ഫുൾ പൂന്തോട്ടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാടി കിടന്ന് മൊത്തം തിന്നും. നട്ട ചെടി മൊത്തം പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അമ്പലത്തിന്റെ സ്വത്താണ്. അതുപോലുള്ളൊരു ഐഡിയയാണ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. അതായത് രാജാവിനും അതുപോലെ രാജാവിന്റെ വൃത്തങ്ങൾക്കും എന്ത് ചെയ്യാം? എന്ത് വേണോ ചെയ്യാം, എന്ത് അധികാരം വേണോ കാണിക്കാം, എന്ത് കൊള്ളരുതായ്മ കാണിക്കാം. ദേ ക്യാൻ ലീഡ് എ ലക്ഷറിയസ് ലൈഫ്. ഓക്കെ, ആരും തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുകയില്ല. Okay, in history, the term refers to the form of monarchical government that was centralized, militarized or repressive. ഓക്കെ, അതായത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അബ്സല്യൂട്ട് നേഷൻസിന്റെ പ്രത്യേകത അതൊരു മൊണാർക്കി ആയിരിക്കും, അത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതായത് ആ രാജ്യത്തിന്റെ ആർമി, നേവി, എയർഫോഴ്സ്, അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി, എക്കണോമിക് സിസ്റ്റം, ഇതെല്ലാം രാജാവ് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ രാജാവ് മിലിറ്ററി ഉപയോഗിച്ച് ജനങ്ങളെ സപ്രസ് ചെയ്ത് ഭരിക്കും, അടിച്ചമർത്തി ഭരിക്കും. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തി ഭരിക്കുന്ന രീതിയാണ് അബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞാൽ? ഉട്ടോപ്യൻ ഓക്കെ, ദ വിഷൻ ഓഫ് എ സൊസൈറ്റി ദാറ്റ് ഈസ് സോ ഐഡിയൽ ദാറ്റ് ഇറ്റ് ഈസ് അൺലൈക്ലി ടു ആക്ച്വലി എക്സിസ്റ്റ്. അതായത് ഉട്ടോപ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ല, അങ്ങനെ ഉള്ളൊരു ഐഡിയയാണ് ഉട്ടോപ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരിക്കലും നടക്കത്തില്ല. അതായത് സൂര്യനും ചന്ദ്രനും ഒത്ത് ഉദിക്കൂ? സൂര്യനും ചന്ദ്രനും ഒത്ത് ഉദിക്കാറില്ല. ഓക്കെ, പക്ഷെ ഉട്ടോപ്യൻ വിഷന്റെ പറയുന്നത് ഇങ്ങനെയാണ്, സൂര്യനും ചന്ദ്രനും ഒത്തുദിക്കും.
ഓക്കെ, അവർ ഒരുമിച്ച് ഭൂമിക്ക് പ്രകാശം നൽകും എന്ന് പറയുന്ന രീതി പോലെയാണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഐഡിയാസ് ആണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. ഉട്ടോപ്യ എന്ന് പറയുന്ന ഒരു ഇമാജിനറി നേഷനെ പറ്റി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ സാധനം ഇല്ല. ഓക്കെ, അപ്പോ ഫെഡറിക് സോറിയുടെ ഐഡിയാസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറിക് സോറിയു നാഷണലിസം, ഡെമോക്രസി, ഇപ്പം റിപ്പബ്ലിക് തുടങ്ങിയ ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓക്കെ, അതിലെ നാഷണലിസം 19th സെഞ്ചുറിയിൽ യൂറോപ്പിനെ പൊളിറ്റിക്കലായിട്ടും മെന്റലായിട്ടും മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ഐഡിയോളജിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഐഡിയാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾസും റിവോൾട്ടും എല്ലാം രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ദ എൻഡ് റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് വാസ് ദ എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഇങ്ങനെ ഉണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സമരങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഏറ്റവും അവസാനം ഉണ്ടായി വന്നതാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റ് അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിക് റൂൾ അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ രാജഭരണത്തിന് പകരം ഡെമോക്രസി കൺട്രോൾ ചെയ്യുന്ന ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാവാൻ കാരണമായത് നാഷണലിസം എന്ന ഐഡിയയാണ്. ഇനി എന്താണ് നേഷൻ സ്റ്റേറ്റ് എന്ന് നോക്കാം. നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരുപാട് സിറ്റിസൺസ് ഉണ്ട്, ഒരു രാജാവുണ്ട്. ഓക്കെ, പക്ഷേ ഒരു ഭരണാധികാരി, രാജാവിന്റെ ഒരു ഭരണാധികാരി ഉണ്ട്. ഓക്കെ, റൂളർ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, റൂളർ പറയുന്നു, ജനങ്ങൾ കേൾക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ അല്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളാണ് എന്തായി മാറുന്നത്, റൂളറായി മാറുന്നത്. ഇനി ഈ റൂളറിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഇടയിൽ അവർക്ക് ദേ ഹാവ് എ കോമൺ ഐഡന്റിറ്റി ആൻഡ് ഷെയർഡ് ഹിസ്റ്ററി ഓർ ഡിസെൻഡന്റ്. അതായത് ഒന്നെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ബോധമുണ്ട്, ഞങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന ബോധം ഉണ്ടാവും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ദേ വിൽ ഹാവ് എ കോമൺ ഷെയർഡ് ഹിസ്റ്ററി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യക്കാർ, ഓക്കെ, ഇന്ത്യക്കാർക്ക് ഒരു കോമൺ ഷെയർഡ് ഹിസ്റ്ററി ഉണ്ട്. വി ഗോട്ട് ഇൻഡിപെൻഡൻസ് അണ്ടർ ദ ലീഡർഷിപ്പ് മഹാത്മാഗാന്ധി എന്ന് എല്ലാ ഇന്ത്യക്കാരും പറയും. അതാണ് കോമൺ ഷെയർഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ ഡിസെൻഡന്റ്, നമ്മുടെ എല്ലാവരുടെയും പൂർവികർ ഒന്നായിരുന്നു, അല്ലെങ്കിൽ നമുക്കും എല്ലാവർക്കും ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന നമ്മുടെ അപ്പന്മാരെന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് വേണ്ടി അധ്വാനിച്ചവരായിരുന്നു എന്നൊരു ചിന്ത. ഓക്കെ, ഈ ഒരു ചിന്തയിൽ നിന്നുണ്ടായി വരുന്ന രാജ്യമാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ എല്ലാ പേരും ഒന്നാണ്. ആ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന രാജ്യങ്ങളെയാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ ഭരണാധികാരിയും ജനങ്ങൾക്കും ഇടയിൽ എന്തുണ്ടാവില്ല, വളരെ വലിയ അകലം ഉണ്ടാവത്തില്ല. ജനങ്ങൾക്ക് വേണ്ടിയാകും ആ ഭരണാധികാരി വർക്ക് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന നേഷൻ സ്റ്റേറ്റിന്റെ ഐഡിയ അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായി വരുന്നതെന്നല്ല. ഓക്കെ, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം സമരം ചെയ്ത് വളരെ സ്ട്രഗിൾസും റിവോൾട്ടുകളും എല്ലാം നടത്തി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നാഷണലിസം എന്ന ഐഡിയ. അതിലൂടെയാണ് ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിലൂടെയാണ് ഒരു ഡെമോക്രസി ഉണ്ടാക്കപ്പെടുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 19th സെഞ്ചുറി യൂറോപ്പില് പ്രധാനമായിട്ട് എങ്ങനെയാണ് നേഷൻ സ്റ്റേറ്റ് ഉണ്ടായത്, നാഷണലിസം അതിൽ എന്താണ് പങ്കുവഹിച്ചത്, ഡെമോക്രസി എന്താണ്. ഓക്കെ, അതുപോലെ ഫ്രഞ്ച് റവല്യൂഷന്റെ ആശയങ്ങൾ എങ്ങനെയാണ് ലോകത്തിനെ അല്ലെങ്കിൽ യൂറോപ്പിനെ മൊത്തമായിട്ട് സ്വാധീനിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടാതെ പ്രധാനമായിട്ടും 3 രാജ്യങ്ങളുടെ യൂണിഫിക്കേഷൻ നമ്മൾ പഠിക്കും. യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, യൂണിഫിക്കേഷൻ ഓഫ് UK.